കടലപ്പരിപ്പ് പായസം. കേരളത്തിൽ ഓണത്തിനും ഉത്സവത്തിനും ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ശർക്കര പായസം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് പാലിനേക്കാളും ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന പായസമാണ് ഒരുപാട് ഇഷ്ടം. പക്ഷെ ശർക്കര പായസം ഇതുവരെയും തനിച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല, ഉണ്ടാക്കാൻ പഠിക്കാനായിട്ട് അങ്ങനെ നിന്നിട്ടുമില്ല. അപ്പോഴാണ് ഇന്നിപ്പോൾ അച്ഛനോട് ഒരാഗ്രഹം പറഞ്ഞത്, കടലപ്പായസം കുടിക്കാനായിട്ട്. അപ്പോൾ അച്ഛനും കടലപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കടലപ്പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്നാലും അച്ഛൻ ചെയ്യുന്ന ആ ഒരു ഓർഡറിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കടലപ്പായസം ഉണ്ടാക്കാനായിട്ട് പഠിക്കുകയാണ്. അതിനായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് കടലപ്പരിപ്പ് നല്ലതുപോലെ കഴുകി ഇതിനെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അകത്തമ്മ കുറച്ച് കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് ഞാനും അച്ഛനും കൂടി ഈ പായസത്തിനുള്ള സംഭവമൊക്കെ പുറത്തടുപ്പിലാണ്, പുറത്തൊരടുപ്പ് കൂട്ടിയിട്ട് ഇവിടെയാണ് വെച്ചത്. ഇതാകുമ്പോൾ നമുക്ക് നല്ലതുപോലെ തീയും കിട്ടും. കുറേ വിറകൊക്കെ വാരി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തീ കിട്ടും. മറ്റേത് ഗ്യാസിലാവുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. ഈ കടല നല്ലതുപോലെ വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. തേങ്ങാപ്പാൽ സെറ്റാക്കിയിട്ട് തിരിച്ചെത്തിയപ്പോഴേക്കും തീ അതിൻ്റെ വഴിക്ക് പോയി. നമ്മുടെ കടല ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. പായസം ഉണ്ടാക്കാൻ തന്നെ നല്ല സമയം വേണമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ശർക്കരയുടെ അടയായാലും കടലയായാലും അങ്ങനെ ശർക്കര കൊണ്ടുള്ള ഏത് പായസമായാലും അത് ഉണ്ടാക്കുന്നത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ ഒരാൾ പുക അടിക്കാതിരിക്കാൻ വേണ്ടി ഹെൽമറ്റൊക്കെ വെച്ച് വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പുകയൊക്കെ അടിച്ച് ഇതൊക്കെ നല്ലതുപോലെ ഇളക്കി തേങ്ങാപ്പാലൊക്കെ എടുത്തു. ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഇതൊക്കെ അച്ഛൻ ചെയ്യുന്നതാണ്. ഞാൻ വീഡിയോ എടുത്ത് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇനി എപ്പോഴെങ്കിലും തനിയെ ചെയ്യണമെങ്കിലും അപ്പോൾ അന്നേരം ഈ വീഡിയോ കണ്ടാൽ മതിയല്ലോ. എനിക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം ഒട്ടുമില്ല. ഒരു 1-1.5 മണിക്കൂറൊന്നും ഇങ്ങനെ നിന്ന് പായസം ഉണ്ടാക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. വീണ്ടും ഇളക്കൽ പരിപാടി ആരംഭിച്ചു ഗൈസ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കടലപ്പരിപ്പിനെ നമുക്കിനി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഈ കടലപ്പരിപ്പ് വേവിക്കാൻ വേണമെങ്കിൽ കുക്കറിലിട്ട് ഒരടി അടിച്ചെടുത്താലും മതിയാകും. അപ്പം ഞങ്ങൾ കടലപ്പരിപ്പൊക്കെ വേവിച്ച് റെഡിയാക്കിയതിന് ശേഷം ഈ ഉരുളി അകത്ത് വെക്കാമെന്ന് കരുതി, അകത്ത് വെച്ചിട്ട് പാവ് കാച്ചാന്ന് കരുതിയിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറി. അങ്ങനെ ഇനിയുള്ള പാചകം ഗ്യാസ് സ്റ്റൗവിലാണ്. ഉരുളി വച്ചു. അത്യാവശ്യം ചെറിയൊരു ഫ്ലെയിമിൽ നമുക്ക് ശർക്കര ഉരുളിയിലേക്ക് ഇട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് പാവ് കാച്ചി എടുക്കുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ശർക്കര നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ സമയം കൊണ്ട് അമ്മ മിക്സിയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കടലപ്പരിപ്പുണ്ടല്ലോ, അതിനെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. നമുക്ക് കുറച്ച് കടിക്കാനൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാടങ്ങ് അടിക്കണ്ട, ഇല്ല എങ്കിൽ നല്ല പേസ്റ്റ് പോലെ ആക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച്
ഒന്ന് ആ വെന്ത കടലപ്പരിപ്പിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇതിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, കല്ലൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. കല്ലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഈ ശർക്കര പാനിയിലേക്ക് തന്നെ നേരിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത് ഈ കടലപ്പരിപ്പ് ഇട്ട് കൂട്ടത്തിൽ തേങ്ങാപ്പാലും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനിടയ്ക്ക് അമ്മ ഇതിലേക്ക് ഏലക്ക, നെയ്യ്, കിസ്മിസ് ഇതൊക്കെ ചേർത്തു. എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകും. ഞാൻ പോയിട്ട് വന്ന സമയം കൊണ്ട് അമ്മ ഇതൊക്കെ ഇതിനിടയ്ക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനിങ്ങനെ മിക്സിങ് പരിപാടിക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് കാണുമ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കൂടിയില്ലെന്നൊക്കെ തോന്നാം, പക്ഷേ കൂടിയിട്ടില്ല, കാരണം അച്ഛൻ അളവ് തെറ്റില്ല. നമ്മുടെ കടലപ്പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇതിലേക്ക് ഏലക്ക, കിസ്മിസ് ഇതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് മാറി നിന്നതാണ്. എനിക്ക് കുറേ കഴിയുമ്പോഴേക്കും ബോറടിക്കും, അപ്പോഴും ഞാൻ മാറും. എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടമല്ല. കണ്ടോ, നമ്മുടെ പായസം തിളച്ച് വരുന്നുണ്ട്. ആ ഒരു മണമൊക്കെ എനിക്ക് അടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ അടച്ചു വെച്ചിട്ട് മാറി നിൽക്കാം, അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കടലപ്പരിപ്പ് സ്പെഷ്യൽ പായസം റെഡിയായിരിക്കുകയാണ്. എനിക്ക് ഇത്തവണത്തെ ഓണത്തിന് ഇതൊന്ന് ആരുടെ ഹെൽപ്പില്ലാതെ തനിച്ചൊന്ന് കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്ര സമയമൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ലാത്തത് കാരണമാണ് മടിക്കുന്നത്. ഇവിടെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതുപോലുള്ള കടലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ആദ്യം മാറ്റി വയ്ക്കും. എന്താണെന്നൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അച്ഛനെടുത്ത് മാറ്റുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ 7 o'clock കാണാം. ബൈ.